SSLC എക്സാം ഒക്കെ കഴിഞ്ഞു. പക്ഷേ നമ്മളുടെ എല്ലാവരുടെയും ഇനി എല്ലാവരും നോക്കിക്കാണുന്ന ഒരു ഡേറ്റ് എന്ന് പറയുന്നത് SSLC റിസൾട്ട് എന്നായിരിക്കും അല്ലേ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഏകദേശം ഒരു ആവറേജ് ഡേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഇപ്പം കിട്ടിയിട്ടുള്ള വിവരം അനുസരിച്ച് നമ്മളുടെ മെയ് 3rd വീക്കോട് കൂടിയിട്ടാണ് നിങ്ങളുടെ റിസൾട്ട് വരിക. അത്ര മാത്രമേ അറിയുള്ളൂ. ഏത് ദിവസമാണ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും അറിയില്ല അല്ലേ. അപ്പം ഏത് ദിവസമാണെന്നൊക്കെ അറിയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണ്? അങ്ങനെ ഒരു റിസൾട്ട് ഡേറ്റിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ ഇങ്ങനെ ഫുൾ A+, എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ 10 സബ്ജക്ട്സിലും A+ കാണാനായിരിക്കും നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പോൾ അത് തന്നെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒരു ഫുൾ A+ എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുക. നമുക്കത് മാനിഫെസ്റ്റ് ചെയ്യാം. ആ കാര്യം തന്നെ സംഭവിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് വിഷ് ചെയ്യാണ്. അപ്പം ഈ നമ്മുടെ റിസൾട്ട് വരുന്ന ദിവസം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ലൈവിൽ വരും. എന്നിട്ട് നമ്മുടെ SSLC ഫലപ്രഖ്യാപനം നടത്തും. എത്ര കുട്ടികൾ എക്സാം എഴുതിയിട്ടുണ്ട്, കഴിഞ്ഞ വർഷങ്ങളിൽ ഇത്ര റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്, ഈ വർഷം ഇത്ര A+കളാണ് ഉണ്ടായിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ റിസൾട്ടിൻ്റെ വെബ്സൈറ്റൊക്കെ ലൈവ് ആകും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് തന്നെ എന്ത് ചെയ്യാം, നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പറും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? ഇതേപോലെ ഫുൾ A+ എന്ന് പറയുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ ആ സമയത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ ചെക്ക് ചെയ്യണം, ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ എക്സാമിനറിൻ്റെ SSLC ചാനലിലാണ് അല്ലേ. കാരണം നിങ്ങളെല്ലാവരും 10ാം ക്ലാസ്സിലായിരുന്നു. പക്ഷേ ഇനി നിങ്ങൾ നെക്സ്റ്റ് ഇയർ ഈ 10ാം ക്ലാസ്സിൽ തന്നെയാണോ ഇരിക്കുന്നത്? ഒരിക്കലും അല്ല. നിങ്ങൾ എങ്ങോട്ട് പോവുകയാണ്? +1ലേക്ക് പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ 2 കാര്യങ്ങളായിരിക്കും വന്നിട്ടുണ്ടാവുക. ഒന്നെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ +1 സയൻസ് എടുക്കും, അല്ലെങ്കിൽ നിങ്ങൾ കൊമേഴ്സ് എടുക്കും, അല്ലെങ്കിൽ കുറച്ച് പേരാണെന്നുണ്ടെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുത്ത് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഇതിൽ തന്നെ സയൻസ് എടുക്കുന്ന മക്കൾക്ക് 2 പ്ലാൻ ആയിരിക്കും. ഒന്നെങ്കിൽ ജസ്റ്റ് എന്താണ്, സയൻസ് എടുത്തിട്ട് നല്ലപോലെ പഠിക്കണം, അത് കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഡിഗ്രി കോഴ്സുകൾ ചെയ്യണം എന്നായിരിക്കും. ബാക്കിയുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേരെങ്കിലും നീറ്റ് അല്ലെങ്കിൽ നമ്മുടെ JEE പോലത്തെ കോഴ്സുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ ആദ്യം എൻ്റെ മക്കൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ +1 സയൻസ് ആണെങ്കിൽ നമ്മളുടെ എക്സാം വരുന്നുണ്ട് ഈ +1 ചാനലും, +1 കൊമേഴ്സ് ആണ് നിങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു കൊമേഴ്സിൻ്റെ ചാനലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം അതിനകത്തായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ +1 സയൻസ് ആണ് എടുക്കാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളിപ്പോൾ SSLCയിൽ പഠിച്ചതിനേക്കാൾ ഒരു ലെവൽ കൂടിയിട്ടാണ് നിങ്ങളെ +1 എന്ന് പറയുന്നത് അല്ലേ. ലെവൽ കൂടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളോ ഒന്നുമല്ല. ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം നോക്കുകയാണെങ്കിൽ, ചാപ്റ്റേഴ്സിൻ്റെ ഡെപ്ത് നോക്കുകയാണെങ്കിലൊക്കെയാണ് നമുക്ക് ആ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്യാൻ പറ്റുക. ഇപ്പോൾ മലയാളം മീഡിയത്തിലൊക്കെ ബസ്സിനെ പോലെയൊക്കെ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച മക്കളാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ നമുക്ക് എന്തായാലും ആ ഒരു ട്രാക്കിലേക്ക് കയറുമ്പോൾ ഉണ്ടാകും. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ടോപ്പിക് വൈസായിട്ട് നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം. വിത്ത് എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ, അതിൻ്റെ നോട്ട്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ വീഡിയോ സൊല്യൂഷനും, പ്ലസ് ചാപ്റ്റർ വൈസ് എക്സാം, ഇതൊക്കെ വെച്ച് നിങ്ങളുടെ +1 ജേർണി വളരെ സ്മൂത്ത് ആക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ അഗ്നി ബാച്ചിൽ ജോയിൻ ചെയ്യാം. നമ്മുടെ അഗ്നി ബാച്ച് നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. അതായത് ഒരു ബേസിക് ബാച്ചും ഉണ്ട്, ഒരു പ്ലസ് ബാച്ചും ഉണ്ട്. അപ്പോൾ പ്ലസ് ബാച്ച് എന്ന് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ അഡീഷണൽ ആണ് അല്ലേ. അപ്പോൾ ബേസിക് ബാച്ചിൻ്റെ ഫീ എന്ന് പറഞ്ഞാൽ 4990 ആണ്. പ്ലസ് ബാച്ചിൻ്റെ ഫീ എന്ന് പറഞ്ഞാൽ 5990 ആണ്. അപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബേസിക് ബാച്ചിലും പ്ലസ് ബാച്ചിലും കോമൺ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് ഈ ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, എക്സ്ട്രാ ലൈവ് ക്ലാസ്, PDF നോട്ട്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ചാപ്റ്റർ വൈസ് എക്സാം. ഇത് നിങ്ങൾ ബേസിക് ബാച്ച് ആയാലും അതേപോലെ തന്നെ പ്ലസ് ബാച്ച് ആയാലും കിട്ടും. പക്ഷേ നമ്മുടെ പ്ലസ് ബാച്ച് നിങ്ങൾക്ക് ആകെ ഒരു 1000 റുപ്പീസിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. പക്ഷേ ഈ പ്ലസ് ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് ഏകദേശം ഇത്രയും രൂപയുടെ വർത്തായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് 1520 രൂപയുടെ +1ൻ്റെ ഫുൾ ബുക്ക് സെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും. 360 രൂപയുടെ +1ൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് ഫ്രീ ആയി കിട്ടും. പ്ലസ് 2999 രൂപയുടെ നമ്മുടെ +1 റിവിഷൻ ബാച്ച്. നിങ്ങളെല്ലാം 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ റിവിഷൻ ബാച്ചിലൊക്കെ ചിലപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഈ +1 റിവിഷൻ ബാച്ച് നിങ്ങൾക്ക് ഈ പ്ലസ് ബാച്ചിൻ്റെ കൂടെ ആണെങ്കിൽ നിങ്ങൾ അതിന് അഡീഷണൽ പൈസ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടും. ഓക്കെ, അപ്പോൾ എക്സ്ട്രാ ഒരു 1000 റുപ്പീസിൽ ഈ കാര്യങ്ങളാണ് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നത്. പക്ഷേ കമ്പൽസറി അല്ല, നിങ്ങളുടെ ചോയ്സാണ് ബേസിക് ബാച്ച് എടുക്കണോ പ്ലസ് ബാച്ച് എടുക്കണോ എന്നുള്ളത്. ബേസിക് ബാച്ച് ആയാലും പ്ലസ് ബാച്ച് ആയാലും നിങ്ങൾക്ക് ബേസിക് ആയിട്ട് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ടാവും.
ഓക്കെ, അപ്പോൾ താല്പര്യമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോയ്സ് എന്താണോ അതിനനുസരിച്ച് അഡ്മിഷൻ എടുക്കാം. ഇനി മിസ് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടാവും. ചില ആൾക്കാർക്കാണെങ്കിൽ നമ്മുടെ JEE പോലത്തെ എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പൃഥ്വി അതേപോലെ തന്നെ യോധ ബാച്ച് ഉണ്ട്. ഇപ്പം നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഇൻ അഡീഷൻ നിങ്ങൾക്ക് എന്തുകൂടെ കിട്ടും, നീറ്റിൻ്റെയും JEEയുടെയും എക്സ്ട്രാ ക്ലാസ്സുകൾ ഉണ്ടാവും, എക്സ്ട്രാ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, വർക്ക് ഷീറ്റ് ഉണ്ടാകും, അതുപോലെ തന്നെ എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതെല്ലാം നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു പൃഥ്വി ബാച്ചിലും അതുപോലെ തന്നെ നമ്മുടെ യോധ ബാച്ചിലും കിട്ടുന്നുണ്ടാവും. അപ്പം +1 +2ൻ്റെ കൂടെ തന്നെ പ്രോപ്പറായിട്ട് ഈ എക്സാമുകൾക്ക് വേണ്ടിയിട്ട്, അതായത് റീസെൻ്റ് ആയിട്ടുള്ള ഇയേഴ്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നീറ്റിൻ്റെ ഒക്കെ കാര്യത്തിൽ നമ്മളുടെ +1 +2 എന്താണോ പഠിക്കുന്നത്, നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കാണ് ഫോളോ ചെയ്യുക. അതിനകത്തുള്ള ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മുടെ നീറ്റ് എക്സാമിനൊക്കെ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ലെവലിൽ നിങ്ങളുടെ എന്താ ചെയ്യുക, നീറ്റ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്, ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു 2 വർഷങ്ങൾ കൊണ്ട് തന്നെ നല്ലപോലെ പഠിച്ചെടുക്കാനും നിങ്ങളുടെ എക്സാം എഴുതാനും വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ എക്സാമിൻ്റെ കൂടെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ പൃഥ്വി ബാച്ചിലും അതുപോലെ യോധ ബാച്ചിലും അഡ്മിഷൻ എടുക്കാം. നമ്മുടെ ബാച്ച് ഫീ എന്ന് പറയുന്നത് 8990 ആണ്. കാരണം ഇതിനകത്ത് അഗ്നിയുടെ ക്ലാസ്സുകൾ, ബേസിക് ക്ലാസ്സുകൾ ഉണ്ടാവും, പ്ലസ് നിങ്ങൾക്ക് JEEയുടെ അല്ലെങ്കിൽ നീറ്റിൻ്റെ ക്ലാസ്സുകളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്താണോ എൻ്റെ മക്കൾക്ക് ആഗ്രഹമുള്ളത് അതിനനുസരിച്ച് നമ്മുടെ ബാച്ചുകളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. അതേപോലെ തന്നെ മക്കളെ ഇനിയുള്ള നമ്മുടെ ബാച്ചിൻ്റെ ക്ലാസ്സുകൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് +1 ബാച്ചിലേക്കാണ് നിങ്ങൾ വരുന്നത് അല്ലേ. അപ്പോൾ ഇനി നിങ്ങൾ SSLC ബാച്ചിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ മക്കളെ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ +1ൻ്റെ, ഇപ്പോൾ നിങ്ങൾ സയൻസ് ഒക്കെ എടുക്കാനാണ് ആഗ്രഹിക്കുന്നതിന് നമ്മുടെ +1ൻ്റെ ബാച്ചും, ഇനി കൊമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ +1 കൊമേഴ്സിൻ്റെ ബാച്ചും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുള്ളവർ താഴേക്കാവുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, പഠിക്കുക, അടിപൊളിയായിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.